അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം പറഞ്ഞ പോലെ ഗൈസ്, നമ്മളിപ്പോൾ തോൽപ്പെട്ടിയൊക്കെ പാസ് ചെയ്ത് നമ്മളെ ശരിക്കും പ്രോപ്പർ ലൊക്കേഷൻ വെച്ചാൽ കുണ്ടനഹള്ളി ഇപ്പം പറഞ്ഞ പോലെ പെരിയാപാട്ടണ അവിടെ എത്തിയിട്ടുണ്ട്. പെരിയാപാട്ടണ പറഞ്ഞ സ്ഥലത്ത് കുണ്ടനഹള്ളി പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം പറഞ്ഞല്ല ഇതുവരെ ഇങ്ങോട്ട് കുറച്ച് എത്തുന്ന കുറച്ച് വീഡിയോസും പിന്നെ അതിന് മുന്നേ പോസ്റ്റ് ചെയ്തതിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് വീഡിയോസ് ഉണ്ട്. അതും ഇപ്പം അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് വീഡിയോസ് കൂടി കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇതിൻ്റെ താഴെ കൊടുക്കുക. ഇനിയിപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ വഴിയെ കണ്ടോ. ഓക്കെ, ബൈ. ഇപ്പോൾ നമ്മളങ്ങനെ തോൽപ്പെട്ടി അങ്ങാടിയിലെത്തി കേട്ടോ. ഇതാണ് തോൽപ്പെട്ടി അങ്ങാടി. ഇവിടെ ഇതാണ് എക്സൈസിൻ്റെ ചെക്ക് പോസ്റ്റ്. അതിൻ്റെ അപ്പുറത്ത് എക്സൈസ് ചെക്ക് പോസ്റ്റ് തന്നെ ഉള്ളൂ അല്ലേ? അത്യാവശ്യം ചെക്ക് പോസ്റ്റ് ഉണ്ടോ? ഇത് പോലീസ് ചെക്ക് പോസ്റ്റാണ് ഗൈസ്. നമ്മൾ അപ്പം പറഞ്ഞല്ല തോൽപ്പെട്ടിയും പാസ് ചെയ്ത് നമ്മളെന്താ പറയുക പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടയ്ക്കാണ് ഫസ്റ്റ്. കുട്ട തന്നെ കുട്ടയത്തട്ടെ വായിക്കാൻ നേരം പറഞ്ഞ കേട്ടോ. റോഡിൻ്റെ ഇനിയിപ്പോൾ ഇത്രയും നേരം നമ്മൾ ചുറ്റിനുള്ള ആംബിയൻസ്, കാടും അതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞേ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ റോഡിൻ്റെ മനോഹാരിത. ഹൊറിബിളി എന്ന് പറഞ്ഞാൽ ഹൊറിബിളായിട്ട് മാറാൻ പോകാൻ നമ്മളെ റോഡിൻ്റെ അവസ്ഥ. പേടിയാവും വണ്ടി കൊണ്ടൊക്കെ വരാം. കാറൊക്കെ ആയിട്ട് ദേവി ഇതാരും ഇല്ല വരരുത്. അടി അടിച്ചു എന്ന് പറഞ്ഞാൽ അടി അടിച്ചോ, അത് ഉറപ്പാണ്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും എന്താ പറയുക വൈകി കാറായിട്ട് വരാണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് ഇനി റോഡ് അബദ്ധമാകുന്ന സ്ഥലത്തുനിന്ന് ഞാൻ വരാം. അപ്പോൾ ഗൈസ് റോഡിൻ്റെ അബദ്ധാവസ്ഥ. എന്താ കോറി വേസ്റ്റ് ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും റോഡിൻ്റെ ഉള്ളിട്ട് നിരത്തി കളഞ്ഞാൽ മതി. അതുപോലെ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ലേ. ഇതങ്ങോളം ഇതേപോലെ തന്നെ നമ്മളെ നൈറ്റ് സർവീസ് നമ്മളെ എസ്റ്റീമൊക്കെ ഇല്ലേ, അതടക്കം പോകുന്ന വഴിയാണിത്. ഈ റോഡിൻ്റെ അവസ്ഥയുണ്ടോ കഴിച്ച്? ഇത് നമ്മളൊക്കെ ചിന്തിക്കണം. ഈ റോഡ് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കുന്നു. ഈ ബസ്സുകളൊക്കെ ഇപ്പം പറഞ്ഞാൽ ബസ്സിൻ്റെ ഒക്കെ ഒരു മെയിൻ്റെ സമൂഹം ഇതൊക്കെ എത്ര ബസ്സുകാരൊക്കെ നഷ്ടത്തിലാണെന്നുള്ളത്. അതേപോലെ നൈറ്റ് സർവീസ് വണ്ടീനകത്തൊക്കെ വെച്ചാൽ കിടന്നുറങ്ങി വരാൻ പറ്റുന്ന വണ്ടിയില്ലേ, അതിലൊക്കെ കിടന്നുറങ്ങാൻ എങ്ങനെയാണ് പറ്റുക? ഇതിൻ്റെ ഒക്കെ ഉപ്പാടടങ്ങും കഴിച്ചു. എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ട് നിർത്തി വെച്ചതായിരിക്കുന്നു. ഇത് കർണാടകയിലെ ഈ കേരിൻ്റെ മാറ്റാണോ? ഇതെന്താ ഇപ്പറ സൈഡിലുള്ള ഇതെന്തെന്നാ ഇതടാ? എന്താണ് അറിയില്ല, എന്തോ ഉണക്കുന്ന സംഭവമാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഫോണിന് എത്ര വീറ്റൊക്കെ ഉണ്ടായി, കൈയൊക്കെ വേദനെടുക്കുന്നു. ഇപ്പോൾ ഇതാ റോഡിൻ്റെ അവസ്ഥയാണ് കേസ്. ഈ റോഡ് താണ്ടിയിട്ട് വേണം മാങ്ങ അപ്പുറത്തൊക്കെ. കടുപ്പം മോനെ കടുപ്പം. ഇതൊന്നും അധികാരികൾ കാണുന്നില്ല അല്ലേ? ഈ റോഡ് ഈ ഒരു അവസ്ഥയൊക്കെ ഇറങ്ങുന്നത് എത്ര ദൂരം ഇതുപോലെ എന്തോരം ദൂരം വണ്ടി ഓടിച്ച് വരുന്ന എന്താ പറയുക വലിയ ലോറി ഡ്രൈവർമാരും ബസ് ഡ്രൈവർമാരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓലൊക്കെ ഇടയിൽ ഇപ്പം പറഞ്ഞാൽ ഓല എങ്ങനെയെങ്കിലൊക്കെ നൂറത്താണോ മര്യാദയ്ക്കൊന്ന് യാത്ര ചെയ്യാണ് വിചാരിക്കുമ്പോൾ ഇതുപോലത്തെ ഗട്ടറും ഇതൊക്കെ ചാടി ഊരവേദന ഇതൊക്കെ ആയിട്ട് എന്താ പറയുക. നമ്മളെ നാടിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ഓലും ജീവിക്കുന്നത്. ഓലിപ്പം പറഞ്ഞാൽ പല ഡ്രൈവർമാരും കാരണമാണ് ഇപ്പം നാട്ടിലേക്ക് അരി മുതൽ ഉപ്പ് കർപ്പൂരം പഞ്ചസാര എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും നാട്ടിലേക്ക് എത്തുന്നത്. ഇങ്ങനത്തെ റോഡൊക്കെ ഇങ്ങനെ അബദ്ധാവസ്ഥയാകുമ്പോൾ ഓലെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച്. ഇത് ഓടിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ ഇവിടെ ഉണ്ട് ഒരു കുത്തിരിക്കുന്ന ഒരു ഡ്രൈവർ. ഇതിപ്പം അതന്നെ ഇപ്പം പറഞ്ഞാൽ ഇവിടെ തന്നെയുള്ള ആൾക്കാർക്ക് ഇപ്പം പറഞ്ഞാൽ ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രഗ്നൻസി അങ്ങനത്തെ എന്താ പറയുക ഡെലിവറി ടൈമൊക്കെ അടുത്ത ആൾക്കാരൊക്കെ ഇതിലെ പോകുന്നതിനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇതിപ്പോൾ എല്ലാവരും എടുത്ത് ഇപ്പം പറഞ്ഞാൽ കാറും ഇപ്പം പറഞ്ഞാൽ പുലിങ്ങാണ്ട് പോകാൻ പറ്റിയ വണ്ടി ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. ആംബുലൻസിൽ തന്നെ പോകുന്ന നേരത്തെ എങ്ങനെയാണ് ഇവിടെ ഇതിലെ ഒരാളെ ആംബുലൻസിൽ സ്പീഡിൽ കൊണ്ടുപോവുക?
നമുക്കിങ്ങനെ ചുറ്റിക്കറങ്ങിയത് ആ ബസ് പോകുന്നങ്ങൾ കാണുന്നുണ്ടോ? അതിലെ കൂടെ അതിലെയാന്ന് പോകുന്നുണ്ട്. കണ്ടില്ലേ കാണണ്ട, അത് മതി കണ്ട. ഇനി ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ അവസ്ഥ ഒന്നൊന്നര എന്ന് പറയട്ടെ, ഒരു 3-4-5 കിലോമീറ്റർ എടുത്തിട്ട് ഇങ്ങനെ തന്നെയാണ് റോഡ്. ഇനിയിപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഈ റോഡൊക്കെ നന്നായി. നമ്മളങ്ങനെ അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് പോയിരിക്കുന്നു. ഇത് കാപ്പിയല്ലേ മുത്തേടത്? അല്ല സ്ഥലമല്ല, സാധനം. 2 സൈഡിലും കാപ്പിൻ്റെ തോട്ടാണ് കഴിച്ചത്. കുട്ടയിലാണ് ഞാനുള്ളത്. കുട്ടയിൽ റൈറ്റ് തിരിഞ്ഞ് ഞാളെന്താ പറയുക, കോണിക്കുപ്പയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും കാപ്പീൻ്റെ തോട്ടാട്ടോ. അത് ഒരു ഓർഡർ ഞങ്ങളെ പാസ് ചെയ്ത് പോയി കഴിച്ചു. നമ്മൾ ആ റോഡ് സൈഡിലേക്ക് നോക്കിയേ, ഇതെന്ത് പൂവാന്നറിയില്ല. ഇവിടെ ഉള്ളവരൊക്കെ ഇതിന് മൈസൂർ പൂ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളെ ഊട്ടി പൂ എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ മൈസൂർ പൂ എന്നൊക്കെയാണ് പറയുന്നത് ഇവരൊക്കെ അവകാശപ്പെടുന്നത്. അപ്പോൾ പക്ഷേ എനിക്കിതൊന്നും മനസ്സിലായില്ല കേട്ടോ. ഇതിപ്പം പറയല്ല ഊട്ടി പൂ എന്നൊക്കെ കേട്ടി, ഇതെന്താ മൈസൂർ പൂ? തണുപ്പുള്ള കാലാവസ്ഥയിൽ മാത്രം ഉണ്ടാകുന്നതായിരിക്കാം. എന്താ SRTC. ഗൈസ് നോക്കൂ, ചുറ്റിന് ഫുള്ള് ഈ കാട് നിറച്ചും ഫോറസ്റ്റ് ആണല്ലോ ഗൈസ്. പൊട്ടി ഗൈസ്, ഞങ്ങള് കപ്പുറത്ത് വാങ്ങിക്കുന്നു. എത്തുന്നണം. പിന്നെ ഗൈസ്, ആനയുള്ള കാട്ടിലൂടെ ആട്ടോ നമ്മള് പോകുന്നത്. എല്ലാവരും ആനേനെ കണ്ടില്ലേ? ശ്രദ്ധിച്ച് നോക്കി, ഇനിയും കാണും കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങളിതാ ചിപ്സ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കൊടും വനത്തിലുണ്ട്, കൊടും കാടിൻ്റെ മനോഹാരിതയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട്. അതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പാലത്തിൻ്റെ അടിയിലൊക്കെ ആന വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഗൈസ്. ഒരു അമ്പുണ്ട്. ഇത് കണ്ടില്ല നിങ്ങൾ? ആനിമലും ആനയും മയിലും ആനയും മുയലൊക്കെ വെള്ളം കുടിക്കാനൊക്കെ പോകുന്ന സ്ഥലമാണ്. പുലിയുണ്ട് കേട്ടോ. നോക്കൂ, എന്താ കടുവേനെ കാണാത്തൊരു കണ്ടോ? അതാ കടുവ. ആ, ഞാൻ നേരത്തെ എങ്ങനെയല്ലേ ആനേനെ കാണിച്ച്. എന്താ കടുവേനെ കാണാത്തൊരു കണ്ടോ? ഇതാണ് കേട്ടോ കടുവ. ആ കുരങ്ങന്മാർ നോക്കിയേ, പൂച്ചക്കുട്ടികളെ പോലെ ഓടി നടക്കുന്നു. എന്തോ റോട്ടിലോടി നടക്കുന്ന കുരങ്ങ്. ഒരുത്തനായതോ ലോത്ത. കാടിൻ്റെ മനോഹാരിതയിലേക്ക് നമ്മൾ പിന്നെ കടക്കുകയാണ്. കാടിന് എന്ത് ഭംഗിയല്ലേ കാണാൻ. ആനക്കുട്ടി, ആന, ബല്യാന ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാട്ടോ. ബോർഡിനകത്ത് എന്ത് ചെയ്യാം. എലിഫന്റ് ക്യാമ്പ് ആട്ടത്. ഇവിടെ ഇപ്പൊ വന്നാൽ നമുക്ക് ആരെയൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ രാവിലെ നേരത്തെയും
പിന്നെ വൈകുന്നേരം 5 ശേഷം വന്നാൽ ആനയ്ക്കാർന്ന് ഭക്ഷണം കൊടുക്കും. എൻ്റെ അവിടെ ഷെൽട്ടർ നടക്കാം. അത് ആനതാ നാടെന്താ അടുത്തില്ല കാണുന്നത് അത്ര അങ്ങോട്ട് കാണുന്നത്. അതുപോലെ ഫോറസ്റ്റുകാർ ആനയാണ്, കുങ്കിയാനകളെന്ന് അറിയില്ല അത്. ഇറങ്ങുന്ന കൊമ്പന്മാരെ പിടിക്കാനുള്ള ഒരു പറ്റ മാൻകിടാങ്ങൾ വണ്ടി അടുപ്പിച്ച് വന്നില്ലേ. ഓ ഗൈസ്, നമ്മളങ്ങനെ അതിസാഹസികമായിട്ട് ഒരു സിംഹവാലൻ കുരങ്ങിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അതെടുത്ത് മുന്നിലേക്ക് ചാടി. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോണ് പെട്ടെന്ന് ഓണായില്ല. എന്ത് ചെയ്യാനാ, ഇനിയിപ്പോൾ ഫോൺ ഞാൻ ഓഫാക്കുന്നില്ല, അത് ഇങ്ങനെ തന്നെ പിടിക്കാൻ പോവാ. കട്ട് ചെയ്തൊക്കെടാ. എല്ലാവരും ഇതിപ്പോ വിഷ്വൽസ് എന്താ പറയാ, കാണേണ്ട വിഷ്വൽസ് ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. നോക്കട്ടെ. ഈ സൈഡിലേക്കൊന്നും മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തിന്റെ തോട്ടം അത്? ഇനി നമുക്ക് പച്ചക്കറി എടുക്കാനുള്ള സ്ഥലത്തേക്ക് ഇനി ദൂരം അത്രയും ചുരുക്കം മാത്രം, വെറും 13 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ ഇപ്പം പറഞ്ഞാൽ അത്രയും എന്താ പറയുക, ഇവിടെ വെച്ചാൽ മഴ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല വെയിലും കാര്യങ്ങളും, നല്ലൊരു ക്ലൈമറ്റ് തന്നെ അങ്ങോട്ടും. ആകാശത്ത് മേഘം കറുത്തിട്ടൊന്നുമല്ല, നല്ല മേഘം തന്നെയാണ്. പിന്നെ ഇനിയിപ്പോ എന്താ പെരിയപട്ടണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നത്. 12. ഇത് കരിമ്പല്ലേ? ഇത് കരിമ്പാണോ? സൈഡിൽ കാണുന്ന കരിമ്പാ? ചോളം. തണുത്ത കാറ്റായി അപ്പോൾ ഞങ്ങൾ പെരിയപട്ടണ ടൗൺ എത്തി. ഇവിടുന്ന് ഇനി ലെഫ്റ്റാണ് പോകേണ്ടത്. ലെഫ്റ്റ് ഇനി ഏകദേശം ഒരു 8-9-10 കിലോമീറ്ററിന് അടുത്തുണ്ടാവും ഏകദേശം. അപ്പോൾ ഞങ്ങൾ ഇപ്പം പറഞ്ഞാൽ പെരിയപട്ടണ ടൗണൊക്കെ കഴിഞ്ഞ് ടൗണിൽ നിന്ന് തിരിഞ്ഞ് എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ട് കേട്ടോ. ഗൈസ്, ഇതോ നോക്കിയാൽ ചോളത്തിൻ്റെ സൈഡിൽ കാണുന്ന ചോളത്തിൻ്റെ ഒരു കൃഷി, ചോളക്കൃഷി. പിന്നെ അതാ ഈ പുഴേൻ്റെ അത് നിറച്ചത് ആമ്പലുണ്ട്, ആമ്പൽ. നല്ല ബാഡ് സ്മെല്ലും ഉണ്ട് ഗൈസ്. കഴുങ്ങ് കാണാൻ തുടങ്ങി, കഴുങ്ങ്. ഇവിടെ ഈ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് നോക്കിയാൽ എന്തോരം തെങ്ങാന്ന്, കണ്ടമാനം തെങ്ങുണ്ട് ഗൈസ്. തെങ്ങിൻ്റെ ഒരു തോട്ടം തന്നെ കേട്ടോ അത്, അല്ലേ? ആണ് തെങ്ങും തോപ്പും കവുങ്ങും തോപ്പും. പിന്നെ സൈഡിലൊരു ബണ്ടുണ്ട്, ഒരു വെള്ളക്കെട്ടും, അതിൻ്റെ നടുവിലൊരു ബണ്ടും. അപ്പം നീണ്ട് വിശാലമായിട്ട് പരവതാനി പോലെ കിടക്കുന്ന റോഡിലൊന്നും ഇങ്ങനെ വണ്ടിയൊന്നുമില്ല കേട്ടോ, തിരക്കൊക്കെ ഉള്ള. അപ്പോൾ ഏകദേശം ഗൈസ് നമുക്ക് തന്ന ലൊക്കേഷനിലേക്ക് നമ്മളിവിടെ പറഞ്ഞ എന്താ പറയുക, കുണ്ടനഹള്ളി പറഞ്ഞ ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ വണ്ടി ആണെങ്കിലും ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ കാണാം. ഗൈസ്, നമ്മളങ്ങനെ കുണ്ടനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്, നമ്മളെ ഗോണിക്കൊപ്പ കുണ്ടനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ നിന്നെടുത്ത് ഇതിൻ്റെ തോട്ടത്തിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പം വീഡിയോനൊന്നും അധികം ലെങ്ത് ഞാൻ ആക്കുന്നില്ല. തോട്ടത്തിലേക്ക് എത്താൻ നേരത്തായിരുന്നു ഇവിടുന്ന് തോട്ടത്തിലേക്ക് തിരിയുന്ന റോഡൊക്കെ എത്തുമ്പോൾ എല്ലാം എന്ത് ചെയ്യാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഈ റോഡിന് പോകാം കേട്ടോ. യൂട്യൂബ് ചാനൽ ഒരു ബായ് ഉണ്ട്, നമുക്ക് ബായ് കാണിച്ചു തരേ. അണ്ണേ സോറി എന്നാ ഭയ്യ. യെസ്, പയ നിറച്ച വെള്ളം, അതുകൊണ്ടാണ്
ಓ ಪೈಪರ್ ಅಣ್ಣಾಯಿನು ಅಣ್ಣ ಅಲ್ಲ ಹಂಗಂದ್ರೆ ಈಗ ಅಣ್ಣ ಒಂದು ನಿಮಿಷ ಇದು ಈಗ ಎಲ್ಲಿಗೆ ಬೇಕಾಯ್ತದೆ ಅಲ್ಲಿಗೆ ಹೋಯ್ತೀವಿ ಬೇಕಾದ್ರೆ ದಬ್ಬುವ ಅಲ್ಲ ഓ സൂണല്ലോ ഇവിടെ ഈ റോഡിനെ കയറിയിട്ട് ഒരു വലിയൊരു കയറ്റം കാണുന്നുണ്ട്. കയറ്റം നമ്മൾ കയറണം. നോക്കിയ ഈ റോഡിനെ കയറിയപ്പോൾ നമ്മളെ റൈറ്റ് സൈഡിൽ ചോളത്തിൻ്റെ തൈ, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കവുങ്ങും അതേപോലെ തന്നെ പിന്നെയും ചോളം തന്നെ ഉണ്ടോ. ചോളം ഇതൊന്നും പ്രശ്നമല്ല. പുഷ്പം പോലെ കീഴി പോകുന്നുണ്ട്. ലൈറ്റിൽ തന്നെ കേട്ടോ കീഴി പോകുന്നതാ, ലോഡിലല്ല, ലോഡാക്കിയില്ല കേട്ടോ. നമ്മളെ വണ്ടി ഉയരി നേരെ പോയാൽ കടൽ കാണാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ തനതായ ഉൾനാടാണിത്. ഉൾനാടൻ ഗ്രാമപ്രദേശമാണ്. ആ ഗ്രാമപ്രദേശത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ടിപ്പിക്കൽ എന്താ പറയുക, ഒരു കുഗ്രാമം എന്ന് വേണേൽ പറയാം. അങ്ങനത്തെ ആൾക്കാരും അങ്ങനത്തെ ആവാസ വ്യവസ്ഥയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സൈഡ് വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇഞ്ചി പിന്നെ ഇതിൻ്റെ ഒക്കെ ഇടയിലൊരു വീട്. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ ഇവിടെ. ഇത് ഇവിടെ ഒരു ഉള്ളോട്ട് കയറിയിട്ടൊരു ഗ്രാമാട്ടോ. ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചതാ. ഇതിനെന്തായാലും പറയാം, ഇത് മൂരിയല്ലേ? മൂരി. ഇവിടെയൊക്കെ മൂരി ഉണ്ടായിട്ട് ഇപ്പം പറഞ്ഞല്ലോ, ഇവിടെ എപ്പോഴും നില ഒഴുകാനൊക്കെ ഈ മൂരിനെ കൊണ്ടായിരിക്കില്ലേ. ഇപ്പോൾ നമ്മളെ കേരളത്തിലെ പഴയ രീതികളാണ് ഇപ്പോഴും ഇവിടെ മൂരീനെ കൊണ്ടാണ് ഒഴിക്കുന്നതെന്നൊക്കെയാണ് തോന്നുന്നത്. ഓരോ വീടിൻ്റെ മുറ്റത്തൊക്കെ മൂരിയുണ്ട്, ട്രാക്ടറും ഉണ്ട്. ഇതെന്താണെന്ന് എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നോക്കിയ പഴയ സ്റ്റൈലിലൊരു വീട്. ഇത് ഒരുപാട് വീടുകൾ ഒരുമിച്ചുള്ള ഒരു നമ്മളെ അഗ്രഹാരം പോലത്തെ ഒരു സ്ഥലം അല്ലേ? പശുവിൻ്റെ ആല അല്ല, എന്താ വെച്ചാൽ വീട് നിങ്ങൾ അഗ്രഹാരം കണ്ടില്ലേ? വീടുകൾ ഇങ്ങനെ ഒറ്റ വീടായിട്ട് അതിൻ്റെ അത് പല വാതില് പല കുടുംബങ്ങൾ ആണല്ലേ. ഇവിടെ ഒരു പൈസക്കാരൻ്റെ വീടുണ്ട്, അതാണിത്. ഇവിടെ ഉണ്ട് ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗൈസ്. നോക്കിയേ, എന്താ രസമല്ലേ. ഇതാണ്ടോ നമ്മളെ തമിഴ്നാട് കർണാടക ഭാഗങ്ങളിലൊക്കെ ഉൾനാട്ടിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞവരാ ഇങ്ങനെ അങ്ങനത്തെ അടിപൊളി സ്ഥലങ്ങൾ നമുക്ക് കാണാം. ചെറിയ റോഡും, ഒരു സൈഡിൽ വയൽ, ഒരു സൈഡിൽ ഒരു കുളം പോലത്തെ എന്താ പറയുക, ഇപ്പം പറഞ്ഞാൽ എന്താ ഇപ്പം പറയുന്നത്, ചെറിയ അങ്ങനത്തെ ഒരു സംഭവം, ഒരു തടാകം സെറ്റപ്പ്. എന്താ ഇവിടെ ATM ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ ബോർഡ്. ലെഫ്റ്റാ? ഈ ലെഫ്റ്റ് കയറിയിട്ട് വേണം കഴിച്ച് നമുക്ക് പോയാൽ. ഇവിടെ ഒരു വണ്ടി ഉണ്ട്.
കിണറിൻ്റെ പക്കത്തൂടെ വിട്ടു. ഇങ്ങനെ ഉൾനാട്ടിലേക്ക് കീറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വണ്ടി വന്ന് നമ്മളിങ്ങനെ നിന്ന് കൊണ്ടുവരും കേട്ടോ. അതാ ഇവിടെ തന്നെ നോക്കിയേ ചോളമാണ് കേട്ടോ. അതൊക്കെ ചോളാണ്. ഇത് മനോഹരമല്ലേ ഇവരെ വീടിൻ്റെ ഇവിടെ ഉള്ള ഓരോ വീടുകളൊക്കെ. പശുമ്പ ഉണ്ട് കഴിച്ച് പശുമ്പ. നോക്കിയേ ಅವನಕ್ಕೆ ಪೊರ್ಕಂದಳ್ಳಿ ಬಿರ್ಲೆ ಎಷ್ಟು ಕಿಲೋಮೀಟರ್? ಸ್ವಲ್ಪ ಇನ್ನೊಂದು 2 ಕಿಲೋಮೀಟರ್. എന്നായിച്ച് നിങ്ങളെങ്ങനെ അവരെ ഭാഷ പഠിച്ച്? ശരിയാ, ഞാനും പഠിക്കും ഗൈസ്. തേങ്ങയും കൊണ്ട് മുന്നിൽ ഉരുട്ടി വിട്ട് ഞാളെ സ്വീപ്പാക്കുന്നു ഗൈസ്. ഇലക്കേരി പോയിട്ടുണ്ടെങ്കിൽ ചളയും നോക്കിയ ഗൈസ് അങ്ങോട്ട് ഫുള്ള് കൃഷിയാണോ. ഇവിടെ ഈ സൈഡിലേക്ക് ഫുള്ള് കൃഷി തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മളെ നാട്ടിലുള്ള പോലെ വലിയ വലിയ കടകൾ കാര്യങ്ങളൊന്നും ഉണ്ടാകാണ്ട് കർഷകരുടെ ഏരിയ അല്ലേ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ജീവിക്കാൻ കുറച്ച് ശാന്തി സമാധാനം കിട്ടും ഗൈസ്. അതൊക്കെ ഒരൊറ്റപ്പെട്ട വീട്, അതിൻ്റെ ചുറ്റിനും കൃഷി, നെൽപ്പാടങ്ങൾ. ഇവിടുന്ന് റൈറ്റ് ഇനി പ്രോപ്പർ അങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. വേറെ എന്തൊക്കെ കാണിച്ചില്ലെങ്കിലും ഇപ്പം പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ സ്വതവേ എല്ലാവരും കാണുന്നത് ഇതിലെ യാത്ര ചെയ്താൽ അറിയാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പം പറഞ്ഞാൽ നോർമൽ റോഡിനുള്ളിൽ കൂടെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വീഡിയോ എങ്ങനെ ഞാൻ എടുക്കുന്നത്. നോക്കിയ എന്തോരം ചോളത്തിൻ്റെ കൃഷിയാണ്, എന്തോരം ഏക്കർ കണക്കിന്. ഇതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ അല്ലേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇതാദ്യമായിട്ട് കേട്ടോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. അപ്പം പറഞ്ഞാൽ ചോളമൊക്കെ ഇത്രയും ചോളമൊക്കെ കാണുന്നത്. ഉദാഹരണത്തിന് ഉള്ളിൽ ഗ്രാമങ്ങളിലൂടെ പോയിട്ടൊക്കെ ഇഞ്ചി ഇതായിക്കാണുന്ന ഇഞ്ചി ആട്ടോ. ഇതും ഇഞ്ചി, അതിൻ്റെ അപ്പുറത്ത് ചോളം. ഇവിടെ അധികമുള്ള കൃഷി ഏതാ? ഇഞ്ചിയും ചോളോ. അതൊക്കെ എങ്ങനെയൊക്കെ ഹിന്ദിയിൽ എന്താന്നല്ലേ പറയാ? അല്ല ഇവർക്ക് പറഞ്ഞോളൂ. ചേനക്കോ? എലഗൻസ്, അത് ഇംഗ്ലീഷ് അല്ലേ? അത് മധുരക്കിഴങ്ങല്ലേ, സ്വീറ്റ് പൊട്ടാറ്റോ. അപ്പോൾ ഇവിടെ ഫുള്ള് കൃഷിയാട്ടോ. നോക്കിയാ എന്തോരം കൃഷിയാന്ന്. മഞ്ഞൾ, അത് മഞ്ഞളല്ല, ആ ഇഞ്ചിയാ.
ആക്കി ഇഞ്ചി ചെറിയ അരിയല്ലേ ഉണ്ടാവുക? ഇഞ്ചിക്ക് ഇങ്ങനത്തെ ഇരല്ലേ ഉണ്ടാകുക. മഞ്ഞളിന് വലിയ എന്താ പറയുക വീതിയുള്ള ഇലയായിരിക്കും ഉണ്ടാകുക, അതിലും വീതിയുള്ള. ചൂച്ചുമ്പ. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം. ഇത് നോക്കിയ ഗൈസ്, ഇതിൻ്റെ ഇടയിലൊരു ചെറിയൊരു പണിക്കാരെ ഒരു നിൽക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ച്. ഇത് നോക്കിയ ഗൈസ്, ഈ കവുങ്ങും പാടവും അതിനിടയ്ക്ക് ഇത് അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം പറഞ്ഞ പോലെ തടാകം. വല്ലാത്തൊരു വിഷ്വൽ ബ്യൂട്ടി തന്നെയല്ലേ സ്ഥലത്തിന്. എന്താ ഒരു ഭാഗത്ത് ഫുള്ള് അതിൻ്റെ ബാക്കോട്ട് ഫുള്ള് നെൽകൃഷിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ച പാടോ. എന്താ മൂരിക്കുട്ടന്മാരെ വെള്ളത്തിൽ ഇറക്കി വിട്ട് നോക്കി. പിന്നെ അപ്പുറത്തെ സൈഡിൽ വയൽ കഴിഞ്ഞാൽ പാടുള്ള മരങ്ങളും മരങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ള കൃഷിയും. എന്താ ഇവിടെ മീനൊറ്റി എന്ന് പറഞ്ഞ സാധനമില്ലേ, സാധനം അതൊക്കെ ഇഷ്ടംമാരുണ്ട് കേട്ടോ. ഇതിൻ്റെ വിരുന്നേരം തന്നെ എന്ത് തണുത്ത കാറ്റാന്നറിയോ ഗൈസ്. ഇപ്പം പറഞ്ഞ എന്നോട് ഫുള്ള് കൃഷിയും ഒരു എന്താ പറയുക ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ മനോഹാരിതയാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ അതാ കുറേ ചേട്ടന്മാർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബൈക്കും കൊണ്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് തമ്പാക്ക്. തമ്പാക്ക് എന്ന് വെച്ചാൽ ഇവിടെ ಈ ಸೈಡ್ ಸ್ವಲ್ಪ ಮತ್ತೆ ರೆಡಿ ಮಾಡೋಣ. ಈ ಸೈಡ್ നമുക്ക് വേണ്ടത് ഇതാ മധുരക്കിഴങ്ങൊക്കെ അതെങ്ങനെ കേട്ടോ പറിക്കുന്നത്. ഗൈസ് ഈ മിച്ചം വെച്ചിട്ടാണ് ഇവര് ഇതൊക്കെ എന്താ പറയുക ഈ കൃഷി മധുരക്കിഴങ്ങല്ലേ, മധുരക്കിഴങ്ങൊക്കെ പറിക്കുക. എന്താ വെച്ചാൽ ഈ ട്രാക്ടർ വെച്ചിട്ട് ഒരൊറ്റ വലിയ വലിച്ച് ഇങ്ങനെ പോവും. അതിൻ്റെ അകത്തൂടെ ഇളകി കിടക്കുന്ന മണ്ണിൻ്റെ അകത്തുനിന്ന് കൈ കൊണ്ട് കളക്ട് ചെയ്തെടുക്കുക ചെയ്യുക. എന്നിട്ട് ഇവർ ചാക്കിലാക്കിയിട്ട് ഇവിടുന്ന് തന്നെ ചാക്കിലാക്കിയിട്ട് ഇവിടുന്ന് തന്നെ തൂക്കിയിട്ട് വണ്ടിയിലേക്ക് ഇവിടെ ചെയ്യുക. നമ്മളിങ്ങനെ അതാ ഇവിടെ വണ്ടി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കൃഷിയുടെ ഇതാണ്, ഇവിടെയാണ് കൃഷിയുടെ. നമുക്ക് ഒന്നല്ല 2 സൈറ്റിൽ പോയി കയറ്റാണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടേക്ക് ഒന്ന് ഇറങ്ങി നോക്കട്ടെ. പിന്നെ നോക്കിയിട്ട് എന്താ പറയുക ബാക്കിയുള്ള സ്ഥലത്തും ഉള്ള വീഡിയോ മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ സൈഡിൽ കാണുന്ന ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ അതാ ഈ കാണുന്നത് മുത്താറിനാണ്, ഇത് നമ്മളെ വണ്ടിയാണ്. പ്രൈസ് നോക്കിയേ എന്ത് രസാലേ. അപ്പം ഇനിങ്ങനെ വണ്ടി എടുത്തിറങ്ങി ഇതെന്താന്ന് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാൻ മെല്ലതാ ഇവിടെ കല്ലിൻ്റെ ഉള്ളിൽ പോയി ഇരുന്ന് കാണാൻ വിചാരിച്ച്. എന്താ വണ്ടി ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി നിർത്തേണ്ടടുത്ത് നിർത്തു.
ആ ഞാൻ അങ്ങനെ ഓടിച്ച് പോയി. അടിപൊളി മധുരക്ക കേട്ടോ നമുക്ക് നേരം തന്നെ നോക്കിയേ ഇത് മധുരക്കിഴങ്ങ് അടിപൊളിയാണ് കേട്ടോ. ഗ്യാസ് നിറച്ചില്ല അടുപ്പില് നല്ല സുഖമായിരുന്നു. അന്ന് മധുരക്കിഴങ്ങ് ഉണ്ടാക്കുകയാണ്. മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും എന്തെങ്കിലും ഒന്ന് ചെറിയ കറിയും വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് ഇപ്പം പറഞ്ഞത്. വേണ്ടില്ലേ അതിനിടയ്ക്ക് ഇതാ ഈ അമ്മമ്മമാരൊക്കെ പറയുന്നത് ഇങ്ങനെ ഏട്ടന്മാരൊക്കെ അങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ എടുത്ത് ചക്കിൻ്റെ അകത്തേക്ക് നിറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ മധുരക്കിഴങ്ങൊക്കെ റെഡിയാക്കുക. അപ്പോൾ നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരാം. നോക്കിയ ഗൈസ് നല്ല മഴയുണ്ട് കേട്ടോ. മഴക്കാറും ഇപ്പം പറഞ്ഞവരോട്ട് മഴ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ മഴ ഇങ്ങനെ ചെറുങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. ആ ഗ്ലാസിൻ്റെ അളവ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മഴച്ചാറ്റിൽ. അല്ലാണ്ട് ക്യാമറേൻ്റെ അകത്ത് കാണിച്ചാൽ മഴച്ചാറ്റിൽ നിങ്ങൾ കാണൂലെന്ന് എനിക്കറിയാം. ഇത് എന്താ പക്കം നോക്കാം, എന്താ പക്കം മഴ പെയ്യുന്നത്. അത് അപ്പുറത്തൊക്കെ നല്ല മഴ കേട്ടോ. ഇവിടെ മഴ കുറവാണ്, ചാറ്റിലേ ഉള്ളൂ. ഇല്ല അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ആക്കാം. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് മഴ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചെറിയ ചാറ്റൽ മഴ നമ്മൾ ആടെ നിന്ന് ലോഡ് കയറ്റിയില്ല. ആടെ ഇനിയും സമയമാകുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് രണ്ടാമത്തെ സൈഡിലേക്ക് പോയിട്ട് രണ്ടാമത്തെ സൈഡിൽ നിന്ന് ആദ്യം കയറ്റാമെന്നാണ് പറഞ്ഞത്. ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്, ഇവരെന്തൊക്കെയോ ഉദ്ദേശിക്കുന്നത്. നമ്മളതിനനുസരിച്ചും എല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ കംപ്ലീറ്റ് കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഏടെ നോക്കിയാൽ ഏത് പുരേൻ്റെ ഏത് വീടിൻ്റെ പിന്നാമ്പുറത്ത് നോക്കിയാലും കൃഷി കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ എവിടെയും കൃഷി ഇല്ലാത്തതായിട്ടുള്ള ഒരു സ്ഥലങ്ങളും ഇല്ല. ഇതാ ഈ കാണുന്ന നോക്കി ഇഞ്ചി ഉണ്ടോ, ഈ ഇളം പച്ച കളറിൽ ചെറിയ അധികം ഹൈറ്റ് വെക്കാത്ത രീതിയിൽ കാണുന്നതൊക്കെ ഇഞ്ചിയാണ്. പിന്നെ അധികം ഹൈറ്റിൽ കാണുന്നത് മറ്റേ ചോളം. പിന്നെ ഇതാ അപ്പുറത്തെ സൈഡ് ഇതാ ഈ വീടിൻ്റെ ബാക്കിൽ കവുങ്ങിൻ്റെ ചെറിയൊരു ഇതാ അപ്പുറത്ത് വാഴയുണ്ട് കഴിച്ച്. അപ്പുറത്ത് വാഴയുണ്ട്. നിങ്ങൾ ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള എനിക്കറിയില്ല. പക്ഷെ എന്താണ് നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇപ്പം പറഞ്ഞാൽ ഇതേ മൈസൂർ പൂ ഇവിടെ ഉണ്ട് കേട്ടോ. മൈസൂർ പൂ ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് കഴിഞ്ഞ് കഴിച്ച് ഓഫ് റോഡ് നമ്മളെ ട്രാക്കിലേക്ക് ഇറങ്ങി. വണ്ടി പോകുന്ന ട്രാക്ക് കാണുന്നുണ്ട്. വലിയ കുഴിയാന്നേ ഇറങ്ങുന്നോട്ടല്ലേ. ഓ ഗൈസ് ഇനി റോഡ് പറ്റ മോശമായി പോയി. അതാ ഇതിൻ്റെയൊക്കെ രണ്ട് സൈഡിലും ഇതിനൊക്കെ തന്നെ കേട്ടോ ചോളവും കാര്യങ്ങളൊക്കെ. ഇരിക്കാനുള്ളവരുണ്ടെന്നാണ് പറഞ്ഞത്. വണ്ടി വരുന്ന കാണുന്നു, ട്രാക്ക് കാണുന്നുണ്ട്. ലോറിയൊക്കെ പോയതിന്റെ ലോറി കുറവായിരിക്കും. ട്രാക്ക് കിട്ടാ കുറച്ചേ ഉള്ളൂ. അവിടെ നല്ല റോഡാ.
വർഷാപത്താണെങ്കിലും പിന്നെ കൂടെ നല്ല റോഡാന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്ന് ഒരു കട്ടിങ് ഉണ്ട്. ശരി, എന്താ ഇവിടെ കുറേ തൊപ്പിച്ച ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ നോക്ക്, ഒരു നീല പെയിൻ്റ് അടിച്ച് എന്ത് മനോഹരമായ വീടാന്ന് നോക്കി. ഓർമ്മ ടൈൽസൊക്കെ ഒട്ടിച്ച്, ചെറിയ വീടാണെങ്കിൽ ഇങ്ങനത്തെ ഓരോന്ന് കാട്ടിക്കൂട്ടി നല്ല രസമുണ്ടല്ലേ. സൈഡിൽ കരിമ്പ്, പോത്തല്ലേ, പശു. എന്താ ഇത് ചേമ്പല്ലേ? ഇത് ചേനയോ ചേമ്പോ? ചേമ്പ്. ഓക്കെ, ചേമ്പാണ് കേട്ടോ സൈഡിൽ. ബ്ലോക്ക് ഇട്ടതാ മാറിയുന്ന, അതിന് ബ്രേക്കൊന്നുമില്ല. ഇതേ ചാണകം. ഇങ്ങനെ 1 കിലോമീറ്റർ ഉണ്ട്. നോക്കണേ, ആടെ വെള്ളമാണ്. അതൊന്നും പറഞ്ഞിട്ട് കഴിയില്ല. വെള്ളം തങ്ങി കിടന്നാൽ ആടെ കുഴി ഉണ്ടോന്ന്. ഒരേല് പ്രഷർ വാഷറല്ലേ? അതെടുത്ത് കൊണ്ടുവരാം. ഏടന്നാ കീഴ്? ലെഫ്റ്റ്. ഇവിടുന്ന് അങ്ങനെ ലെഫ്റ്റ് പോണം ഗൈസ്. അവിടെ എന്ത് ചെറിയൊരു പാർക്കിങ്ങിൽ എന്ത് സെറ്റപ്പ് ഉണ്ട്. അമ്പലമാണ്. അമ്പലമായിരിക്കും. പശു, അതിൻ്റെ മേലെ പശുവിൻ്റെ ഇതുണ്ട്. നന്ദി. കുറേ പുൽമേടുകളും ഇതൊക്കെ കണ്ടോ. ഇത് കംപ്ലീറ്റ് ഇഞ്ചിയാണ് കേട്ടോ ഗൈസ്. കംപ്ലീറ്റ് സൈഡിൽ കാണുന്ന ഇഞ്ചിയാണ്. പച്ച ഇതൊക്കെ വെച്ച് കെട്ടിക്കാനിരിക്കും. ഓ മൈ ഗോഡ്, വൈ തീർന്നു. ഇവിടുന്ന് ലെഫ്റ്റാ റൈറ്റാ? ലെഫ്റ്റ്, ഫുൾ ലെഫ്റ്റ്. ഇവിടെ ഒന്നും ആരും കൃഷി ചെയ്യുന്നില്ല ഭയ്യ. മധുരക്കിഴങ്ങ്. ഇതാണ് കേട്ടോ മധുരക്കിഴങ്ങിൻ്റെ കൃഷി. ഓരോ വീടൊക്കെ നോക്കിയ വീടിൻ്റെ ഒക്കെ സ്റ്റൈല്.
ഈ ഒരു പഴയ സ്റ്റൈല് വീട് നോക്കിയേ, ഓടിട്ട് പകുതിയിൽ നിന്ന് മേലോട്ട് അടുത്ത സെക്കൻഡ് ഫ്ലോറൊക്കെ വരുന്ന വീട്. നിങ്ങളെ വീട് പോലത്തെ വീട് എന്താ ഷെഡല്ലേ ഇതോ? അപ്പുറത്തെ വീട് അത് തന്നെ ഒരു പകുതിയിൽ നിന്ന് വേറെ ഇത്. ബൈക്ക് വല്ലാത്ത ടൈപ്പ് ആൾക്കാരാണ്. ഇതെന്നാ ചാണകക്കുഴിയോ? അല്ല, കൃഷി കഴിഞ്ഞിട്ട് അതെന്തോ ചെയ്ത. എന്താ ഇതൊക്കെ മറ്റേ മധുരക്കിഴങ്ങാണ് കേട്ടോ. സൈഡിൽ കാണുന്നതൊക്കെ മധുരക്കിഴങ്ങിൻ്റെ കൃഷിയാണ്. സൈഡിലുള്ളതൊക്കെ ചെറിയ ചെടിയാണ്. എന്താ ഒരു ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു കർഷക കുടുംബമായാണ് തോന്നുന്നു കാണുന്നത്. പോവാ സൈഡാക്കി മുന്നേടി മുന്നോട്ടെടുക്കാൻ. ഇപ്പുറത്തെ സൈഡാക്കി. രണ്ടാമത്തെ സൈഡിലെത്തി അങ്ങനെ. അപ്പം പറഞ്ഞല്ലോ ട്രാക്ടറും കൊണ്ട് ട്രാക്ടറിൻ്റെ അന്ന് വയലിന് ഈ കിഴങ്ങും കൊണ്ട് ഇതപ്പം പറഞ്ഞ മധുരക്കിഴങ്ങും കൊണ്ട് എന്താ ഭായിമാർ വന്ന് എന്താ ഇതെടുത്ത് വണ്ടീനകത്തേക്ക് ഇരുന്നുണ്ട്. ഈ വഴിയാണ് ട്രാക്ടർ ഓടിച്ച്. രണ്ട് കണ്ണൊക്കെ ട്രാക്ടർ കേട്ടോ. K45 TA 4422. എന്താ നമ്മളെ ഭായിമാർ ഇതാ പണി തുടങ്ങി. അണ്ണന്മാരൊക്കെ ഇതാ സാധനം എടുത്ത് കയറ്റി ടൂറിൽ വെച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. നമ്മളങ്ങനെ തിരിച്ച് അവസാനം നമ്മളെ പഴയ സ്ഥലത്ത് തന്നെ, ആദ്യം വന്ന സ്ഥലത്ത് തന്നെ തിരിച്ച് വന്ന് അവിടുന്ന് അടുത്ത ട്രാക്ടറിനകത്ത് ഫുള്ള് ലോഡാക്കി. അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട്. എന്താണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അതെന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ചാക്കിനകത്തൊക്കെ ആക്കിയിട്ടുള്ള സാധനം ഇവിടെ തുടങ്ങി. അപ്പോൾ ഇവർ ചാക്കിലൊക്കെ ആക്കിയിട്ട് ബാക്കി വീഡിയോ കാണാം. എനിക്ക് ഒരു ട്രാക്ടർ കയറാൻ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ. ഇങ്ങനെയാണ് ഗൈസ് ട്രാക്ടർ തന്നെ കയറുന്നത്. ശക്തിമാൻ ഇതിങ്ങനെ കുറച്ച് തെരഞ്ഞ് കളിച്ചെങ്കിലും വണ്ടി സുഖമായിട്ട് പോയി. ഗൈസ് നോക്കൂ, ഫ്രണ്ട് വീൽ എവിടെ കയറി ഏത് ഹൈറ്റിലാണ് നിൽക്കുന്നത് നോക്കിയേ. അതുപോലെ ബാക്ക് വീൽ കയറ്റിക്കിൻ്റെ സുഖമായി.
ഇതൊന്നും ഇപ്പൊ വെച്ചില്ല. എന്ത് ബ്യൂട്ടിഫുൾ ഏരിയ അല്ലേ അയാളതെ കൊണ്ടുപോകുന്ന വണ്ടി. ഞാൻ ഇതിപ്പം പറഞ്ഞ ഇതിലെ ചുറ്റിക്കറക്കിയതാ നമ്മൾ ഇതിലെ കയറ്റുന്നുണ്ട്. നോക്കിയാ നല്ല ഒന്നാമത്തെ അടിപൊളി മധുരൊക്കെ. വേറെന്താ ഉദ്ദേശിക്കുന്നത്? ചെക്കൻ ഇതാ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നാട് ലിവർ വലിക്കുമ്പോൾ ഇതാ പൊന്താൻ തുടങ്ങും. കണ്ടില്ല, അതാണ് ഒരു ഫസ്റ്റ് നമ്മളെ കേരളത്തിനല്ല ഫസ്റ്റ് ടിപ്പർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്ന് ട്രാക്ടറിൻ്റെതാണ്. ഇത് മോനാട് ഇത് ഒരു വയറ് കണക്ട് ചെയ്ത് ദൂരം മധുരക്കിഴങ്ങല്ലേ.